ിന്റെയും അതേപോലെ ധനവ്യവസായം സ്റ്റീൽ വകുപ്പ് മന്ത്രിക്കാരാണ് കുമാരസ്വാമിയാണ് എച്ച്.ഡി. കുമാരസ്വാമി. ധനവ്യവസായത്തിൽ നിന്നാണ് ഉരുപ്പ് കിട്ടുക, അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് വാണിജ്യ വ്യവസായ മന്ത്രി ആരാ? വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയല. ഈ ഗോയൽ എന്നതിന് കണക്ട് ചെയ്തൂടെ? വാണിജ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വസ്തുക്കളെ കയറ്റി അയക്കാം, അതേപോലെ തന്നെ ഇറക്കുന്നുണ്ട്, കയറ്റുമതിയും ഇറക്കുമതിയൊക്കെ ഉണ്ട്. അപ്പൊ പോക്ക് അല്ലെ, മറ്റു രാജ്യങ്ങളിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക, ഗോയൽ വാണിജ്യ വ്യവസായ മന്ത്രി ആരാണ്? പീയൂഷ് ഗോയലാണ്. ഇനി വനം പരിസ്ഥിതി മന്ത്രി ആരാ? ഭൂപേന്ദ്ര യാദവ് ആണ് കേട്ടോ. ഭൂപേന്ദ്ര യാദവ്. വനം പരിസ്ഥിതി. അപ്പൊ ഭൂമിയിൽ എന്തുണ്ട്? വനമുണ്ട്, അതേപോലെ പരിസ്ഥിതി ഉണ്ട്. അപ്പൊ നമ്മുടെ ഭൂമി നിലനിൽക്കണമെങ്കിൽ പരിസ്ഥിതി വേണം. അങ്ങനെ കണക്ട് ചെയ്തൂടെ? ഭൂപേന്ദ്ര യാദവ്. അതിന്റെ ഭൂമിയിലുള്ള വനങ്ങളിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് യാതനകൾ സഹിക്കണം. അങ്ങനെ യാദവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സെറ്റാണല്ലോ. ഇനി അടുത്തത് വനിതാ ശിശുക്ഷേമ മന്ത്രി ആരാ? അന്നപൂർണാദേവിയാണ്. ആരാണ്? അന്നപൂർണാദേവിയാണ് വനിതാ ശിശുക്ഷേമ മന്ത്രി. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഈ വനിതകളാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്ക്, ശിശുക്കൾക്ക് ഭക്ഷണം, അന്നം കൊടുക്കുക. അച്ഛന്മാർ കൊടുക്കണമെങ്കിൽ കൂടുതൽ കഴിക്കാൻ എപ്പോഴാണ്? അമ്മമാർ കൊടുക്കുമ്പോൾ. അമ്മ എന്ന് പറയുമ്പോൾ വനിത. അതേപോലെ ശിശുക്ഷേമ മന്ത്രി ആരാണ്? അന്നപൂർണാദേവി. അന്നം വനിതകളാണ് ശിശുക്കൾക്ക് കൊടുക്കുക. അപ്പൊ അന്നം എന്നുള്ളതിന് അന്നപൂർണ്ണ കിട്ടി, ശിശു എന്നുള്ളതിന് ശിശുക്ഷേമ മന്ത്രി കിട്ടി, വനിത എന്നുള്ളതിന് വനിത കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണണേ. ഓക്കെ.